പാലാ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നാടകീയ സംഭവങ്ങളാണ് ഇന്നലെ അരങ്ങേറിയത്. കുറച്ച് മാസങ്ങളായി പാലാ നഗരസഭ വാർത്താക്കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പാലാ നഗരസഭാ കൗൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ എയർപോഡ് മോഷണം പോയിരുന്നു. ഈ സംഭവത്തിൽ CPM കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിനെതിരെ ജോസ് ചീരാങ്കുഴി പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എയർപോഡ് മോഷ്ടിച്ചത് ബിനു പുളിക്കണ്ടമാണെന്നാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്നലെ കൗൺസിൽ കൂടിയപ്പോൾ മോഷണക്കേസിൽ പ്രതിയായ വ്യക്തി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഇയാൾ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ലെന്ന ഉറച്ച നിലപാടിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അംഗങ്ങൾ. ബിനുവിൻ്റെ സാന്നിധ്യം അംഗങ്ങൾ ചോദ്യം ചെയ്തതോടെ ചെയർമാൻ യോഗം പിരിച്ചുവിട്ടു. FIRൽ പേരുൾപ്പെട്ടയാൾ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഔചിത്യമല്ലെന്ന് പരാതിക്കാരൻ കൂടിയായ ജോസ് ചീരാങ്കുഴിയാണ് ആദ്യം ഉന്നയിച്ചത്. തുടർന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ അംഗങ്ങളെല്ലാം യോഗം ബഹിഷ്കരിച്ച് പുറത്തുപോയി. UDF അംഗങ്ങളും LDFിലെ 2 വനിതാ അംഗങ്ങളും പുറത്തുപോയില്ല. ബിനു കൗൺസിൽ ഹാളിൽ തന്നെ തുടർന്നു. എയർപോർട്ട് കേസിൽ ജോസ് ചീരാങ്കുഴി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു. ഈ വിഷയത്തിൽ പ്രതിയായ ബിനുവിനൊപ്പം കൗൺസിൽ ചേരാനാകില്ലെന്നായിരുന്നു ചെയർമാൻ്റെയും നിലപാട്. ഉച്ച കഴിഞ്ഞ് 2 കൗൺസിലാണ് ചേരാനിരുന്നത്. രണ്ടാമത്തെ കൗൺസിൽ യോഗവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അംഗങ്ങൾ ബഹിഷ്കരിച്ചു. ഒപ്പിട്ട ശേഷം അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ബിനു പുളിക്കണ്ടത്തിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കൗൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ ആവശ്യം. തൻ്റെ പരാതി പ്രകാരം മാർച്ച് 6-ന് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. മാർച്ച് ആദ്യവാരം താൻ മൊഴി കൊടുത്തിരുന്നു. ബിനു ഇതെടുത്തിട്ടില്ല എന്ന് തള്ളിപ്പറയുന്നുണ്ടെങ്കിലും ഹൈക്കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേസമയം എയർപോർട്ട് ഉപയോഗിച്ചിരുന്നവർ അത് കുടുംബസഹിതം എത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. മോഷണം പോയ ശേഷം കുറച്ചുകാലം ബിനു എയർപോർട്ട് ഉപയോഗിച്ച ശേഷം കുടുംബ സുഹൃത്തിന് ഗിഫ്റ്റായി നൽകുകയായിരുന്നു. പള്ളിയിലെ ജൂബിലി പെരുന്നാൾ കൂടാനെത്തിയപ്പോൾ ഗിഫ്റ്റായി നൽകുകയായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. ബിനുവിൻ്റെ ഫോണിൽ അത് വർക്കാകില്ലെന്ന് പറഞ്ഞായിരുന്നു തനിക്ക് നൽകിയതെന്നും അവർ പറഞ്ഞതായി ജോസ് ചീരാങ്കുഴി പറഞ്ഞു. എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണിച്ചിരുന്നു. അത് തൻ്റെ തന്നെയാണെന്ന് വ്യക്തമായതായി ജോസ് പറഞ്ഞു. പോലീസ് രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ എയർപോർട്ട് തിരികെ എത്തിച്ചത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല. എയർപോർട്ട് കയ്യിലുണ്ടെന്നും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാമെന്നും ഇമെയിൽ വഴി അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതനുസരിച്ചാണ് അവർ ഹാജരാക്കിയത്.